മോർണിംഗ് എല്ലാവർക്കും. നമ്മൾ ഹനോയിൽ താമസിച്ചിരുന്ന ഗോൾഡൻ ഹോസ്റ്റലിനോട് വിട പറഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ സെൻട്രൽ ഭാഗം, വിയറ്റ്നാമിൻ്റെ സെൻട്രൽ ഭാഗമായ ഡനാങ്ങിലേക്ക് പോകാൻ കേട്ടോ. ഇപ്പോൾ ഡനാങ്ങിലേക്ക് പോകാനായിട്ട് ഓവർനൈറ്റ് ട്രെയിനും കിട്ടും, അതേപോലെ ഫ്ലൈറ്റും കിട്ടും. വിയറ്റ്നാമിൽ ഓവർനൈറ്റ് ട്രെയിനിന് റേറ്റ് കൂടുതലും അതേപോലെ ഫ്ലൈറ്റിന് റേറ്റ് കുറവാണ്. അപ്പം ഞാൻ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാം, എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. എയർപോർട്ടിൽ പോകാനായിട്ട് ഇവിടെ നേരെ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം. വിയറ്റ്നാമിൽ നല്ല മഴയാണ് കേട്ടോ, രാവിലെ മഴയും മഞ്ഞുമാണ് നോർത്തേൺ റീജിയനിലെ പ്രശ്നം. അപ്പം നമുക്കിനി നേരെ എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. രാവിലെ വന്നു, ഓക്കെ. അപ്പം നമുക്കിനി എയർപോർട്ടിൽ പോയിട്ട് കാണാം. ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഗ്രാബ് ബുക്ക് ചെയ്തു. ഗ്രാബിൻ്റെ ഡ്രൈവറെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി ഹോട്ടലിലേക്ക് പോകാം കേട്ടോ. ഇവിടെ ഗ്രാബ് ബുക്ക് ചെയ്യുന്ന ഇത്തിരി മെനക്കെട്ട പരിപാടിയായി പോയി കേട്ടോ. കാരണം ഗ്രാബ് അകത്തേക്ക് അവർ കയറ്റി വിടില്ല. അവിടെ എയർപോർട്ട് ടാക്സിയുടെ ആൾക്കാരുണ്ട് കണ്ടോ. അപ്പോൾ അതെ ഗ്രാബിൻ്റെ ഡ്രൈവർ ഇവിടെ നിൽക്കുന്നത്. ഹോസ്റ്റലുണ്ടായിരുന്നു, ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാബ് ഡ്രൈവർ അത് കറക്റ്റായിട്ട് ഹോട്ടലാക്കി തന്നു കേട്ടോ. ചെറിയ മോഡൽ എന്തോ വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലായി പോയി ബുക്ക് ചെയ്തത്. യഥാർത്ഥം എനിക്ക് പോകേണ്ട ഹോട്ടലായിരുന്നു. അത് ആദ്യമേ കണ്ടുപിടിച്ച കാര്യമാണെന്ന് തോന്നിയിട്ട് നമ്മൾ താമസിക്കാൻ വന്ന ഹോട്ടൽ. അപ്പോൾ ഗ്രാബിൻ്റെ പിൻകോഡ് വെച്ചിട്ട് എന്തായാലും ഇവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും അകത്ത് പോയിട്ട് നമുക്ക് ചെക്കിൻ്റെ ടൈം 2 മണിയാണെന്ന് തോന്നുന്നു. അകത്ത് പോയിട്ട് നോക്കാം. ആണ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം പ്രിൻറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർഡ് പേയ്മെൻറ്റ് നമ്മളതിന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാർഡ് പേയ്മെൻറ്റ് 2% നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ചാർജ് ചെയ്യും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ. ഹോട്ടൽ ജസ്റ്റ് ഓടി ചെന്ന് കണ്ടാലോ. 2 ബെഡുണ്ട് കേട്ടോ. 2 ബെഡ് ആർക്കാണെന്തോ അറിയുന്നില്ല. ഒരു വിൻഡോ ഉണ്ട്. മറ്റിടത്തേക്കാട്ടും കുറച്ചുകൂടി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വിൻഡോയിൽ പ്രത്യേകിച്ച് വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം വലിയൊരു ടിവിയും ഒരു ക്യാബിനറ്റും ഉണ്ട്. പിന്നെ ഇവിടെ അമ്യൂണിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. ബാത്റൂം ക്ലീനാണ്. ഷവർ ഏരിയ ഉണ്ട്. മസാജിൻ്റെ ബോർഡുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഫുഡിൻ്റെ ബോർഡുകളൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ ഫുഡുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആവശ്യത്തിനുള്ള എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് എന്തോ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ വന്ന ഏരിയ ശരിക്കും പെട്ടു കേട്ടോ. ഇവിടെ വലുതായിട്ട് ഇന്ത്യൻ ടൂറിസ്റ്റൊന്നും ഇല്ല. നമ്മൾ കൂടുതലും ഫോറിനേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടാതിരിക്കുമല്ലോ. അല്ലെങ്കിൽ അവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിക്കാം. ചില്ലിയും നാരങ്ങയും എന്തായാലും ഉറപ്പായിട്ടും കിട്ടുമല്ലോ. ഇതിവിടുത്തെ മെയിനായിട്ടാണ് സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കഴിച്ചേ പറ്റുള്ളൂ. വേറെ ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല. എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ട്രൈ ചെയ്യാം. ഇതുവരെ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ടേ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള സാധനം കേട്ടോ. അത് നല്ല കിടിലം സാധനമാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏവറായിട്ടുണ്ട്. ഞാൻ ഈ പോർക്ക് കഴിക്കാത്തതുകൊണ്ട് എടുത്തിട്ട് നല്ലത് ടേസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പോർക്കല്ലാതെ വേറെ ഒരു ഐറ്റവും ഇല്ല. അതുകൊണ്ടാണ് കൊള്ളാം കേട്ടോ. നല്ല സൂപ്പർ സാധനം. നൂഡിൽസ് ഇല്ലേ, ഇവിടുത്തെ ഈ നൂഡിൽസേ റൈസ് നൂഡിൽസ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഗൈഡ് ഇന്നലെ പറഞ്ഞതാണ്. ഇത് നമ്മൾ ആ ഹനോയിൽ കഴിച്ച നൂഡിൽസിനെക്കാട്ടി കുറച്ചുകൂടി നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. നല്ല രസമുണ്ട്. ഇവരുടെ ടീ ആണ് കേട്ടോ. നമ്മൾ എല്ലാ ഫുഡിൻ്റെയും കൂടെ ഒരു ഡ്രിങ്ക്സ് ആയിട്ട് തരുന്നതാണ് ടീ. ഇവരെപ്പോഴും കുടിക്കുന്നത് ഈ സാധനം തന്നെയാണ് കേട്ടോ. ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച് വരുന്നത്. ആ ബീച്ചിൻ്റെ ഭാഗങ്ങൾ അവിടെയാണ്. അതിനപ്പുറത്ത് ബീച്ച് വരും. അപ്പോൾ നമ്മൾ നോർത്ത് നിന്ന് ഹനോയിൽ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ടെമ്പറേച്ചറിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇവിടെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബീച്ചാണ് കേട്ടോ. പക്ഷേ ശക്തമായിട്ടുള്ള തിരകളാണ് അവിടെ. അതുകൊണ്ട് ബീച്ചിലോട്ട് ഇറങ്ങിയുള്ള പരിപാടികളൊന്നും വലുതായിട്ടില്ല. ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് ഡനാങ്ങിലേക്കാണ്. ഡനാങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ പോകുന്നത് ബാന ഹിൽസ് ആണ്. അതായത് ഡനാങ്ങിന് അടുത്തുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൗണ്ടൻ ഏരിയയാണ് ബാന ഹിൽസ്. അപ്പോൾ അവിടെ നമുക്ക് കേബിൾ കാർ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഗോൾഡൻ ബ്രിഡ്ജ്, നമ്മൾ ഇൻട്രോ വീഡിയോ എല്ലാം കാണുന്ന ഗോൾഡൻ ബ്രിഡ്ജും അവിടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഈ ടൂർ ബുക്ക് ചെയ്തത്. ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 5500 5600 ആ റേഞ്ചിലായിരുന്നു എമൗണ്ട് വരുന്നത്. അതിന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഇല്ല. അപ്പോൾ ഹോട്ടലിൽ അവർ ഒരു 4000 സംതിങ് ഇന്ത്യൻ മണിക്ക് ചെയ്തു തന്നു. അപ്പോൾ അതിൽ നമുക്ക് ഫ്രീ പിക്കപ്പും ഡ്രോപ്പും അതേപോലെ ബഫറ്റ് ലഞ്ചും ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് 8 മണിയാകുമ്പോഴത്തേക്ക് ലോബിയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 8 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വരുമായിരിക്കും. വണ്ടി വന്നിട്ട് ഹിൽസിൽ ടെമ്പറേച്ചർ 14 ഡിഗ്രി ഉള്ളൂ. ഞാൻ കോട്ട് എടുത്തില്ല. നമുക്ക് കോട്ട് എടുക്കാനുള്ള ബസ് വന്നു കേട്ടോ. നമ്മൾ ഹാലോങ് ബേ പോയ അതേപോലെ തന്നെയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിനകത്ത്.
Yeah. Do you know any information about? ബാന ഹിൽസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാന ഹിൽസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടായിരിക്കും മേളിലേക്ക് പോകുന്നത്. വന്നപ്പോൾ തന്നെ മഴ പെയ്യാണ് കേട്ടോ. എന്താവോ റെയിനിയാണ് കേട്ടോ. അപ്പം മഴ ആയതുകൊണ്ട് എങ്ങനെയാണ് ഈ ബാന ഹിൽസ് കയറുന്നത് അറിഞ്ഞുകൂടാ. ഇവിടെ കേബിൾ കാർ ഉണ്ട് കേട്ടോ. കേബിൾ കാർ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡറാണ്. ഓക്കെ, നമ്മൾ ആ ഹില്ലിൻ്റെ മേളിലേക്കായിരിക്കും കയറി പോകുന്നത്. അവിടെ ഫ്രഞ്ച് വില്ലേജ് ഉണ്ട്, പിന്നെ നമ്മളൊരു ഗോൾഡൻ ബ്രിഡ്ജ് ഉണ്ട്. ഇതെല്ലാം ആയിരിക്കും നമ്മളെ ഇന്നത്തെ ആക്ടിവിറ്റീസിൽ വരുന്നത്. Therefore, please be carefully. Thank you. എൻട്രൻസ് ഒക്കെ സൂപ്പർ ആണല്ലോ. നമ്മളിനി വയൽ കൂടെ മേളിലേക്ക് കയറി പോകാം കേട്ടോ. മഴ ആയതുകൊണ്ട് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. എൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വിഷ്വൽസ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ടിക്കറ്റ് പോയിന്റ് എത്തി കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് ഒക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ കേബിൾ കാറിലേക്ക് കയറും. പുറത്ത് നല്ല ഉഗ്രൻ മഴയാണ്. അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ള കേബിൾ കാറാണ് കേട്ടോ ഇവിടുത്തെ. ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ് ഇവിടുത്തെ കേബിൾ കാർ. നമ്മുടെ സിംഗപ്പൂരിലെ കേബിൾ കാറിനെക്കാട്ടേക്ക് സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, റെയിനി ആയതുകൊണ്ട് പുറത്തെ വിഷ്വൽസ് ഒന്നും കിട്ടുന്നില്ല. 20 മിനിറ്റത്തെ കേബിൾ കാർ റൈഡ് കഴിഞ്ഞിട്ട് ഓക്കെ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ അപ്പ് ഹില്ല് ഇറങ്ങാൻ പോകും. എത്തി, പക്ഷേ ഇവിടെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ഭാഗത്തിൽ കൂടെ മാത്രം ചെറുതായിട്ട് നമ്മളെ ഗൈഡ് സാധനം കൊണ്ട് പോകുന്നു. പുള്ളിയെ ഫോളോ ചെയ്ത് നമുക്ക് കൂടെ പോകാം. അപ്പോൾ എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ഞാൻ റെയിൻകോട്ട് ഇട്ടില്ല. മഴയാണെങ്കിൽ പിന്നെ നമുക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാനും പറ്റത്തില്ല. എന്തിനാണ് നമ്മൾ വെറുതെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നത്? ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോകാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നല്ല സൂപ്പർ മഴയല്ലേ. കുടയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളത്. റെയിൻ ജാക്കറ്റ് ആണെങ്കിൽ നമ്മൾ മൊത്തം നനയും. അതുകൊണ്ട് ഞാൻ കുട മേടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അവരെ കൂടെ നമുക്ക് ഫോളോ ചെയ്ത് പോവാം. നമുക്ക് എല്ലാവരും മഴയത്ത് കുടയൊക്കെ പിടിച്ച് പോകുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലോ. നമ്മളെ ഏട് എവിടെ പോയി കേട്ടോ, മിസ്സായി. എന്തായാലും പുള്ളിയെ കണ്ടുപിടിക്കാം, നേരെ തന്നെ പോവാം. ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വന്നുള്ള അവസ്ഥ. ഓക്കെ, ടെമ്പറേച്ചർ നോക്കിയിട്ട് വരണം, ഇല്ലെങ്കിൽ ഇതേപോലെ കുടയൊക്കെ പിടിച്ച് പോവേണ്ടി വരും കേട്ടോ. പുള്ളിക്കാരൻ കുടയല്ലേ, പുള്ളിക്കാരൻ്റെ കുട ഇരിക്കേണ്ടതുകൊണ്ട് ഞാനും കുട വാങ്ങിച്ചത്. കുടയാണ് ബെറ്റർ. കാര്യം ഉണ്ടായിരുന്നു ഷൂ ഒക്കെ ഇട്ടിട്ട് വരാൻ. നാളെ ഇനി തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളതാണ്. ഷൂ ഉണങ്ങുമെന്ന് പറയത്തില്ല. സെല്ലറിൻ്റെ ടിക്കറ്റ് എടുത്താൽ വൈൻ സെൽ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പോകുന്ന പറഞ്ഞു. വൈൻ സെൽ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനോ, ഒന്നത് ഭയങ്കര മഴ. അപ്പോൾ വിയറ്റ്നാമീസ് വൈന് ടേസ്റ്റ് ചെയ്യണമെന്ന് കേട് പറഞ്ഞായിരുന്നു. എനിക്കതിൽ വലിയ താല്പര്യമില്ല. ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഗോൾഡൻ ബ്രിഡ്ജും വിസിറ്റ് ചെയ്തിട്ട് നമ്മളൊരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ മീറ്റിംഗ് പോയിന്റിൽ പോയി നമുക്ക് നിൽക്കാം. ഓക്കെ, വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതേപോലത്തെ വലിയ കുടയാണെങ്കിൽ നമുക്ക് തിരിച്ച് മടക്കി ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ചെറിയ മടക്കുന്ന കുട മേടിച്ചേ. നമ്മൾ എവിടെ പോയാലും കുട മേടിക്കേണ്ട അവസ്ഥ വരുള്ളൂ. സിംഗപ്പൂർ പോയപ്പോഴത്തേക്കും മഴയായിരുന്നു, തായ്ലൻഡ് പോയപ്പോഴത്തേക്കും മഴയായിരുന്നു, ഇത് വിയറ്റ്നാം വന്നപ്പോഴത്തേക്കും മഴയായിരുന്നു. ഗോൾഡൻ ബ്രിഡ്ജിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ ബ്രിഡ്ജിന്റെ ഭാഗത്ത് ഒരു സിംഗിൾ ഫോട്ടോ പോലും എടുക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും ഇട്ടിരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാവുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ. കണ്ടോ, കുടയൊക്കെ പറന്നു പോകുന്നുണ്ട്. അമ്മാതിരി കാറ്റാണ്. മഴ ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ദിവസത്തിന്റെ മെയിൻ സംഭവമാണ് കേട്ടോ ഈ ഗോൾഡൻ ബ്രിഡ്ജ് വരുന്നത്. മറ്റേ കൈകൾ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്ന ബ്രിഡ്ജ് പോലത്തെ ഭാഗമാണ്.
പറ്റിച്ചത് കാരണം നമ്മളെ ഷോർട്സ് എല്ലാം പോയി. ഇനി നമുക്ക് നേരെ നമ്മളെ മീറ്റിംഗ് പോയിന്റ് ഉണ്ട് ഗൈഡ് പറഞ്ഞ് അവിടെ പോയിട്ട് നമുക്ക് പോയിന്റിൽ എത്തിയട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചു നേരം ഫസ്റ്റ് ഒരു മണിക്കൂറോളം ഇനി ടൈമുണ്ട്. മഴയായതുകൊണ്ട് ഞാൻ വലുതായിട്ട് അങ്ങ് പോയില്ല. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് കൊച്ചിൻ്റെ ഭാഗമെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ ഫ്രഞ്ച് വില്ലേജിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് വീണ്ടും നമ്മൾ കേബിൾ കാർ എടുക്കാം കേട്ടോ. ആണെന്നറിയാം നമ്മൾ വീണ്ടും പോകണല്ലോ. ഫ്രഞ്ച് വില്ലേജ് ആണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എന്തോ ബാക്കിയുള്ള ദൂരമേ ഉള്ളൂ. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാണല്ലോ. നമുക്ക് എന്തായാലും അവിടെ ഉള്ളത് കൊണ്ട് കോച്ചുകാർ ഈ ഹില്ലിൻ്റെ മേളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാട്ടോ. ഓക്കെ, നമുക്ക് മഴ ആയതുകൊണ്ട് വലിയ പാടാണ്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. ഫ്രഞ്ചുകാരുടെ കോളനി അല്ലായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, മഴയല്ലേ. മഴ കാരണം എൻ്റെ കോട വരെ പറന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. അടുത്ത ടിക്കറ്റില്ലേ ഇവിടെ ലഞ്ചിൻ്റെ ഭാഗമാണ്. നമ്മൾ 3 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ പോകും. കാരണം വെച്ചാൽ തണ്ടർ സ്റ്റോം വരുമെന്നാണ് പുള്ളി പറഞ്ഞത്. തണ്ടർ സ്റ്റോം വരുവാണെങ്കിൽ കേബിൾ കാറെല്ലാം സ്റ്റോപ്പ് ആവും, നമ്മളിവിടെ കൊടുക്കും. അതുകൊണ്ട് നമുക്കിപ്പം ഫുഡ് കഴിക്കാനുള്ള കൂപ്പൺ ഇവിടെ നിന്ന് എടുക്കണമെന്ന് തോന്നും. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള കൂപ്പണിന് നമുക്ക് ആദ്യം കിട്ടിയ ടിക്കറ്റ് ഇല്ലേ, ആ ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്നായിരിക്കും പോകുന്നില്ല കേട്ടോ. കാരണം 12 മണി ആയതേ ഉള്ളൂ. നമ്മൾ കൂടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും അവിടെ ലഞ്ച് കഴിക്കാനായിട്ട് കയറി. 3 മണി വരെ സമയമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ച് നല്ല ഷോർട്സ് ഒക്കെ എടുക്കാം. ഫ്രഞ്ച് വില്ലേജസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഫ്രഞ്ച് വില്ലേജസിൽ നിന്ന് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ അടിയിലൊരു ഫാൻറ്റസി പാർക്കുണ്ട്. ആ ഫാൻറ്റസി പാർക്ക് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ചൊന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് എല്ലാം നമുക്ക് ഇതേപോലെ എസ്കലേറ്റർ സംവിധാനങ്ങളാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചുമ്മാ നമ്മൾ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമൊന്നും വരുത്തി കയറി താഴെ ഫാൻറ്റസി പാർക്കിലേക്ക് പോകാം. ഫാൻറ്റസി പാർക്കിൽ ഇനി അവിടെ മഴ നനയണമെന്നില്ലേ അറിഞ്ഞുകൂടാ. എന്നിട്ട് എന്താ ഒരു ഗെയിം സോണാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, നമ്മളെ ലുലു മാളിലെ ഫണ്ടുറയിൽ വന്നൊരു ഫീലുണ്ട് ഇവിടെ. ഓക്കെ, ഇതൊരു ഹില്ലിൻ്റെ മുകളിലാണെന്നുള്ള കാര്യം നോക്കണം കേട്ടോ. നമ്മളൊരു വലിയൊരു ഹില്ലിൻ്റെ മുകളിലാണ്. ഫ്രഞ്ച് വില്ലേജിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെയൊക്കെ ഒന്ന് കുടയും പിടിച്ച് പോയിട്ട് വരാം. നല്ല സൂപ്പർ റെയിൻ ആയതുകൊണ്ട് കേട്ടോ നമുക്ക് പണി കിട്ടിയേ. നമ്മൾ വന്ന ഭാഗം എവിടെയാണെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഓക്കെ, അവിടെ ഒരു ഗോൾഡൻ ബോൾ ഉണ്ടെന്ന് മറ്റേ ഗൈഡ് പറഞ്ഞായിരുന്നല്ലോ. അതിൻ്റെ അടുത്തേക്ക് ഇവിടെയാണ് കേട്ടോ ഗോൾഡൻ ബോൾ ഉള്ളത്. സൺവേൾഡ് എന്നായിരിക്കും നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ വരെ പോകണല്ലേ. ഓക്കെ, ഇവിടെ എല്ലാം ഫ്രഞ്ച് വില്ലേജസ് ആണ് കേട്ടോ. ഫ്രഞ്ചിൻ്റെ മോഡലിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ. സ്റ്റാർബക്സിൻ്റെ കോഫി ഉണ്ട് മേളിൽ. ഞാനും എടുത്തു കേട്ടോ. അവസാനം ടിക്കറ്റും കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിനകത്ത് ഫുഡ് കഴിക്കാൻ കയറാം. ബഫറ്റ് ആണ്. എനിക്ക് എന്തായാലും ആദ്യം എല്ലാം ഒന്ന് പോയി നോക്കിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഒരുപാട് നാളായില്ല ഒന്ന് കുടിച്ചിട്ട്. അങ്ങനെ ഞാനൊരു മിൽക്ക് ടീ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കുടിച്ചാൽ ബഫറ്റാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് എക്സലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. സീ ഫുഡ്, ചിക്കന്, ബീഫ് എല്ലാ ഐറ്റവും ഉണ്ട്. ഞാൻ ബീഫ് കഴിക്കത്തില്ല, നമ്മൾ ബീഫ് എടുത്തില്ല. ഞാൻ ചിക്കനും സീ ഫുഡും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ സ്മോക്ക്ഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് പീസാണ് അത്. അവസാനം വീണ്ടും ചായയെ തന്നെ നിർത്താൻ പോകണം കേട്ടോ. ഇത്രയും വലിയൊരു ബുഫേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആൽക്കഹോൾ വരെ ഫ്രീ ആണ്. ഞാൻ ആൽക്കഹോൾ കഴിക്കാത്തതുകൊണ്ടാണ് ആൽക്കഹോൾ എടുക്കാൻ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ട്രിപ്പിൽ നമുക്ക് ആകെ കൂടി ഭർത്തായത് ഈ ബൊഫയാണ് കേട്ടോ. എല്ലാ ഐറ്റമുള്ള ഈ ബൊഫയാണ്. കാരണം ബാക്കി സീനറീസ് എല്ലാം നമുക്ക് മഴ കാരണം കൊള്ളാമല്ലോ. പക്ഷേ നമ്മുടെ ബാനാഗിൽസ് ട്രിപ്പ് ഇവിടെ തീരുവാണ് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് താഴെ ഡനാങ്ങിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് വിശ്വാസം ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നൈറ്റിലത്തേക്ക്. ഡനാങ്ങിൽ റെയിനില്ല, ഡനാങ് നോർമലാണ് കേട്ടോ. ടൗൺ സ്റ്റെയറിൽ വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിക്കകത്ത് നമ്മൾ ഗ്രൂപ്പായിട്ടല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ പോകും. എന്തായാലും ഗൈഡിനെ ഫോളോ ചെയ്ത് കൂടെ പോകും. റിക്വസ്റ്റോട് ഉണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ. അതേ ഒരു പാസ്സൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് കയറി എന്താണ് സംഭവം ഇതിനകത്ത് കയറിയാൽ മനസ്സിലാവും. നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. ഓക്കെ, പ്ലേസ് വിസിറ്റ് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കേട്ടോ. ഒരു കുറേ സാധനങ്ങൾ വെച്ചിട്ട് $500, $1000 ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനത്തിന് നമ്മളുടെ തന്നെ വീണ്ടും വില പറയാക്കിയിട്ട് അവർ പോയി കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു കേട്ടോ ഹോട്ടൽ. ഞാൻ ഈ ഹോട്ടലാണെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ഇപ്പം രാത്രിയാണ് ക്രൂയിസ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് പോകുന്ന കാര്യം ഒരു തീരുമാനമായി കേട്ടോ. ക്രൂയിസിന് പോകാൻ പറ്റുന്നില്ല. ശരീരമൊക്കെ നല്ല വേദന, തണുപ്പ്, പനിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എൻ്റെ പാരസെറ്റമോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നിൽക്കത്തില്ല.
ആൻറ്റിബയോട്ടിക് മേടിച്ചേ പറ്റും. ഇവിടെ എവിടെയെങ്കിലും ഒരു ഫാർമസി ഉണ്ടെങ്കിൽ നമുക്കൊരു ആൻറ്റിബയോട്ടിക്കും പിന്നെ അവിടുത്തെ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനോടെ വാങ്ങാം. ഓക്കെ, ഫാർമസി ഒരെണ്ണം കണ്ടു. പക്ഷെ ഇവിടെ പോയി ഞാൻ മെഡിസിൻ ഇനി എങ്ങനെ അവർ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഓക്കെ, എല്ലാം ഇംഗ്ലീഷിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ ഭയങ്കര എമൗണ്ടാണ് കേട്ടോ മെഡിസിനൊക്കെ. ഇന്ത്യൻ മെഡിസിൻസും ഉണ്ട്, അതേപോലെ ഫോറിൻ മെഡിസിൻസും ഉണ്ട്. ആൻറ്റിബയോട്ടിക് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ 100 രൂപയാവുന്നത്. പിന്നെ ഇവിടുത്തെ എമൗണ്ട് ഭയങ്കര കൂടുതലാണ് കേട്ടോ, 300 ബ്രെഡ് വാങ്ങിച്ചു കേട്ടോ ഈ കാണുന്ന കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന്. ഇതൊരു 28,000 ഡോങ്ങായി. 28,000 നമുക്ക് ചെറിയ എമൗണ്ട് വരത്തുള്ളൂ കേട്ടോ, വിയറ്റ്നാമീസ് ബ്രെഡ്. അപ്പോൾ ഇതും മെഡിസിൻ കൂടെ നമുക്ക് കഴിക്കാം. മോണി നമ്മളിപ്പം ഡനാങ്ങിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോകാൻ കേട്ടോ. നല്ല സൂപ്പർ മഴ, അടിപൊളി മഴയാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ നേരെ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോവുകയാണ്. ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡനാങ്ങിൽ നല്ല മഴയായതുകൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചേ കിട്ടിയുള്ളൂ, കാണുക. പിന്നെ നമ്മൾ നേരെ ഹോച്ചിമിൻ സിറ്റി പോകണം. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലെ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ.